ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഇറ്റ്സ് ആൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ ടു ദ ടോപ്പിക് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ഹിസ്റ്ററി. അതായത് നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോഴും റിസർച്ചിൻ്റെ സമയത്തും ഒക്കെ ഒരുപാട് തവണ നമുക്ക് ആവശ്യമായി വരുന്നൊരു ടേമാണ് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആൻഡ് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ ആണ്. എന്തൊക്കെയാണ് നമ്മളെ വീഡിയോയിലെ കണ്ടൻറ്റ് എന്നുള്ളതും പിന്നെ ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷൻ വേറെ വേറെ വീഡിയോ ആക്കിയിട്ട് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. റീസൺ എന്താണെന്ന് വെച്ചാൽ കുറേ എക്സ്പ്ലനേഷൻ വരുന്നതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വീഡിയോസ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ്സ് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ. എന്തൊക്കെയാണ് നമ്മളെ വീഡിയോയിൽ ഉള്ളത് എന്നത് മാത്രമാണ്. അപ്പം 1 by 1 ആയിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്കതൊന്ന് കാണാം സെറ്റ് എങ്ങനെയാണെന്നുള്ളത്. ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ഹിസ്റ്ററി. Contents of the video: what is interdisciplinary approach, what is interdisciplinary approach in history, and what is meant by discipline, interdisciplinary, differences from other terms like multidisciplinary and cross-disciplinary, interdisciplinary approach in history, example of interdisciplinary approach in history. Explanation of all these terms are included in this video. അതായത് ഈ പറയുന്ന എല്ലാ ടേമിൻ്റെയും എക്സ്പ്ലനേഷൻ, but the video will be in different parts, so you have to follow all the parts to know the clear explanation. Next slide le discipline endana, what is discipline, its meaning, example different ആയിട്ട് കൊടുത്തിട്ടുണ്ട്. Then interdisciplinary, what is meant by interdisciplinary, the term interdisciplinary means, that's included in this slide. ഇൻ്റർഡിസിപ്ലിനറി എന്ന് പറയുന്ന ടേമിൻ്റെ മാത്രം മീനിങ് ആണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഓരോ ടേമും എടുത്ത് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ആ ഇൻ്റർഡിസിപ്ലിനറി എങ്ങനെയാണ് മൊത്തത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്നത്, ഹൗ ഇറ്റ് ഫോംസ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ ടേമും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പം ഈ സ്ലൈഡിൽ ഇൻ്റർഡിസിപ്ലിനറി എന്ന് പറയുന്ന ടേം എന്താ ഉദ്ദേശിക്കുന്നതെന്നാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ദെൻ നമ്മൾ പറയുന്നത് ഡിഫറൻസസ് ബിറ്റ്വീൻ മൾട്ടി ഡിസിപ്ലിനറി, ക്രോസ് ഡിസിപ്ലിനറി, ഇൻ്റർഡിസിപ്ലിനറി. ഇത് 3 തരം ടേമുകൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഈ 3 തരം ടേമും ഡിഫറെൻ്റ് ആണ് എന്നും ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും ഇതിൽ നിന്നും ഇൻ്റർഡിസിപ്ലിനറി എന്ന് പറയുന്ന ടേം എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു അതാണ് ഈ സ്ലൈഡിൽ നമ്മൾ നോക്കുന്നത്. അടുത്ത സ്ലൈഡിലാണ് ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് വരുന്നത്. Here it explains what is interdisciplinary approach in history and what are the examples of interdisciplinary approach in history. ഹിസ്റ്ററിയിൽ ഏത് ടോപ്പിക്ക് പഠിക്കുമ്പോഴും വാട്ട്, വെൻ, ഹൗ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതുപോലെ ഇനിയുള്ള 3 സ്ലൈഡിൽ എന്ന് പറയുന്നത് ഹൗ, എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്, ഹൗ ഇറ്റ്സ് വർക്ക്സ്, ബെനഫിറ്റ്സ്, ദെൻ ചാലഞ്ചസ്. ഇങ്ങനെ 3 സ്ലൈഡും കൂടി ഇതിൽ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക് ഡിസ്കഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ദ എക്സ്പ്ലനേഷൻ വീഡിയോ വിൽ അപ്ലോഡഡ് സെപ്പറേറ്റ്ലി.